യമൻ തലസ്ഥാനമായ സനായിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ പ്രമുഖ ഹൂത്തി നേതാക്കൾ കൊല്ലപ്പെട്ടിട്ടുണ്ടാകാമെന്ന സൂചനകൾ ശക്തമാകുന്നു. ഇസ്രായേൽ വ്യോമസേന വ്യാഴാഴ്ച രാത്രി ഹൂത്തി നേതാവ് അബ്ദുൾ മാലിക് അൽ ഉൾപ്പെടെയുള്ള ഹൂത്തി ഭീകര നേതാക്കൾ ഒരുമിച്ചുണ്ടായിരുന്ന കെട്ടിടത്തിന് നേരെയാണ് ഇസ്രായേലി എയർഫോഴ്സ് ആക്രമണം നടത്തിയത്. ഹൂത്തി ഭീകര നേതാക്കൾ ദേശീയ തലത്തിൽ സമ്മേളിച്ചിരുന്ന സനയിലെ രഹസ്യ കേന്ദ്രത്തിലേക്കാണ് ഇസ്രായേൽ വ്യോമാക്രമണം നടത്തിയത്. ആക്രമണത്തിൽ ഹൂത്തികളുടെ ഭീകര നേതൃത്വത്തിലുള്ള ഒരു പിടി ഭീകരരും കൊല്ലപ്പെട്ടതായാണ് വിവരം. യമനിലെ മാധ്യമങ്ങൾ പുറത്തുവിട്ട റിപ്പോർട്ടുകൾ പ്രകാരം ഹൂത്തി പ്രധാനമന്ത്രി ഖാലിബ് അൽ റഹാവി, ഇതോടൊപ്പം ഹൂത്തി പ്രതിരോധ മന്ത്രി മുഹമ്മദ് നാസർ അൽ അത്തീഫി, ചീഫ് ഓഫ് സ്റ്റാഫ് മുഹമ്മദ് അബ്ദുൾ കരീം അൽ ഖമാരി എന്നിവർ കൊല്ലപ്പെട്ടിരിക്കാമെന്നാണ് നിഗമനം. എങ്കിലും ഔദ്യോഗിക സ്ഥിരീകരണം ഇനിയും പുറത്തു വന്നിട്ടില്ല. ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സും IDF ചീഫ് ഓഫ് സ്റ്റാഫ് ലഫ്റ്റനന്റ് ജനറൽ ഇയാൽ സമീറും ചേർന്ന് നേരിട്ടായിരുന്നു സനായിലെ ഹൂത്തി കേന്ദ്രത്തിൽ പ്രത്യേക ഓപ്പറേഷന് മേൽനോട്ടം വഹിച്ചത്. പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും സൈനിക നടപടികൾക്ക് സാക്ഷ്യം വഹിച്ചു. സനായിൽ മാത്രം 10 വ്യോമാക്രമണങ്ങൾ നടന്നതായി ആണ് റിപ്പോർട്ട്. ഹൂത്തികളുടെ മിസൈൽ സൈറ്റുകളും വൈദ്യുതി നിലയങ്ങളും ലക്ഷ്യമാക്കി ആക്രമണം നടന്നതായി IDF സ്ഥിരീകരിച്ചു. ഇതിനിടയിൽ കഴിഞ്ഞ ആഴ്ചയും ഈ ആഴ്ചയും ഹൂത്തികൾ ഇസ്രായേലിനെതിരെ ബാലിസ്റ്റിക് മിസൈലുകൾ പ്രയോഗിച്ചിരുന്നു. ഒക്ടോബർ 19, 2023 മുതൽ ഹൂത്തികളുടെ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ തുടർന്നു വരികയാണ്. ഇസ്രായേൽ ഇതിന് തിരിച്ചടി നൽകി തുടങ്ങിയത് 2024 ജൂലൈ മുതലാണ്. അതേസമയം ഇതുവരെ നടന്ന ഹൂത്തികളുടെ ആക്രമണവും ഇസ്രായേലിൽ ഒരു മരണം പോലും വരുത്തിയിട്ടില്ല എന്നതും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കൈന ന്യൂസ്.